and the opportunity to choose our own direction. Independence Day parade is ready for inspection, sir. രാജ്യം 80ാമത് സ്വാതന്ത്ര്യദിനാഘോഷം നടക്കുകയാണ് രാജ്യമെമ്പാടും. അല്പം മുമ്പാണ് പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ പ്രസംഗിച്ചു മടങ്ങിയത്. ഇപ്പോൾ കേരളത്തിലെ ആഘോഷങ്ങൾ, തിരുവനന്തപുരത്ത് പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ, മുഖ്യമന്ത്രി വി ഡി സതീശൻ മുഖ്യമന്ത്രിയായ ശേഷമുള്ള ആദ്യ സ്വാതന്ത്ര്യദിനാഘോഷം. അദ്ദേഹം വിവിധ സേനാംഗങ്ങളുടെ സല്യൂട്ട് സ്വീകരിക്കാനുള്ള ഇപ്പോൾ ഒരുക്കത്തിലാണ്. എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ പ്രഥമ സ്വാതന്ത്ര്യദിനാഘോഷം, അദ്ദേഹം വിവിധ സേനാംഗങ്ങളുടെ സല്യൂട്ട് സ്വീകരിക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ മുഖ്യമന്ത്രി ഈ സമയം പരേഡ് പരിശോധിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ ഏതാണ്ട് 1 മണിക്കൂറോളം നീണ്ട 1.5 മണിക്കൂറോളം നീണ്ട അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യദിന പ്രസംഗം, വിവിധ കാര്യങ്ങൾ പറഞ്ഞാണ് പ്രധാനമന്ത്രി തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. നിർഭരത കൈവരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ സംധാരകൾ 7 മേഖലകൾ: ഉൽപ്പാദനം, കർഷകർ, സാങ്കേതികവിദ്യ, ഗതാഗതവും കണക്ടിവിറ്റിയും അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. ലോകത്ത് ഇന്ത്യ വലിയ ബഹുമാനം നേടിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥിരതയുള്ള ഒരു സർക്കാരുണ്ട് ഇവിടെ. 2014 മുതൽ സ്വതന്ത്ര വ്യാപാര കരാർ ഒട്ടേറെ രാജ്യങ്ങളുമായി ഭാരതത്തിന് ഒപ്പിടാൻ കഴിഞ്ഞു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയിൽ ആദ്യമായി ഹൈഡ്രജൻ ട്രെയിൻ വന്നു. ഏറ്റവും മികച്ച ട്രെയിനാണ് അതെന്ന് പറയുന്നതിലും ഈ രംഗത്ത് ഇന്ത്യ കഴിവ് തെളിയിച്ചതിലും ഏറെ അഭിമാനമുണ്ട് എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. കോവിഡ് മഹാമാരിയുടെ സമയത്ത് നിരവധി നുണകൾ പ്രചരിപ്പിക്കാൻ പലരും ശ്രമിച്ചു, പക്ഷേ അതൊന്നും ഏശിയില്ല എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ വിവിധ സേനാ വിഭാഗങ്ങളുടെ, സ്കൗട്ട്സും ഗൈഡ്സും അടക്കമുള്ള വിദ്യാർത്ഥി വിഭാഗങ്ങളുടെയും പരേഡ് സല്യൂട്ടുകൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. മുഖ്യമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗം ഉണ്ടാകും. കഴിഞ്ഞ 10 വർഷവും പിണറായി വിജയനാണ് സ്വാതന്ത്ര്യദിന സമയത്ത് പരേഡുമായി ബന്ധപ്പെട്ട് സല്യൂട്ടടക്കം സ്വീകരിച്ചിരുന്നത്.
10 വർഷത്തിന് ശേഷമാണ് ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി ഇപ്പോൾ സല്യൂട്ട് സ്വീകരിക്കുന്നത്. ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ ഉള്ള വേദിയിൽ അദ്ദേഹം അല്പസമയത്തിനകം തിരികെ എത്തും. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യദിന പ്രസംഗം ഉണ്ടാകും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.